കോന്നിയിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗമാണ്. ആ യോഗത്തിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ച വ്യക്തിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അത് ദാസാണ്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി ദാസാണ് ആ ചോദ്യം ചോദിച്ചത്. എന്തായാലും ആ ചോദ്യം പിന്നീട് വിവാദമാവുകയും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. ആ കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ദാസ് നമ്മോടൊപ്പം ചേരുന്നത്. ദാസ്, എന്താണ് അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം? അദ്ദേഹം 10 വർഷം നടത്തിയ ഒരുപാട് വികസനങ്ങൾ നടത്തി. ആ വികസനം കാരണം വീണ്ടും തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ചു. വീണ്ടും ഒരുപാട് വികസന ലക്ഷ്യമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇതായിരുന്നു: അടുത്ത 5 വർഷം ഭരണം കിട്ടിയാൽ കിഫ്ബിയുടെ ഫണ്ട് 20,000 കോടി മുടക്കി വികസനം ചെയ്തേക്കുന്നു. കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഞാൻ പേപ്പറിൽ കൂടെ ഒക്കെ വായിച്ചറിഞ്ഞാണ്. അപ്പോൾ മുന്നോട്ടുള്ള വികസന 5 വർഷം എങ്ങനെ ഫണ്ട് കണ്ടെത്തും എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് മുഖ്യമന്ത്രിയുടെ മറുപടി അത് നമ്മളെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. പക്ഷെ അത് നമ്മളെ വേദനിപ്പിച്ചോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ചോദിക്കാൻ പറ്റിയ വേദിയല്ലായിരുന്നു അത്. കാരണം ആ വേദി കാരണം പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ആവശ്യത്തിന്റെ പുറത്ത് ഞാൻ അങ്ങനെ ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഈ അവിടെ ആ യോഗം തീരുന്നവരെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് പോലീസ് ഇറക്കി വിട്ടു എന്നൊക്കെ വാർത്തകൾ വന്നു. ശരിയാണോ? ഇല്ലില്ല, ഞാൻ ഫ്രണ്ടിൽ സ്റ്റേജിന്റെ റൈറ്റ് സൈഡിൽ കസേരയിൽ ഇരിക്കുകയാണ്. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ എണീറ്റ് വന്നാണ് സ്റ്റേജിന്റെ അരികെ വന്ന് ചോദ്യം ചോദിക്കുന്നു. തിരിച്ച് പുള്ളി മറുപടി പറയുന്നു. ഞാൻ തിരിച്ച് അതുപോലെ തന്നെ ആ സ്റ്റേജിൽ നിന്ന് പരിപാടി പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ വണ്ടിക്കാണ് പോയതും വന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടുണ്ട്. അത് കേട്ടിരുന്നു, TV കണ്ടിരുന്നു. എനിക്ക് കാരണം ഞാൻ തെറ്റെന്റെ ഭാഗത്തായതുകൊണ്ട് എനിക്ക് അതിനകത്ത് യാതൊരു വിഷമവും യാതൊരു സങ്കടവും എൻ്റെ മനസ്സിലില്ല. കോന്നിയിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.